പുരോഹിതന്മാർ കർത്താവിൻ്റെ ശുശ്രൂഷ പൗരോഹിത്യത്തിലാണ് പങ്കുചേരുന്നത്. അവിടുത്തെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവിടുത്തേക്ക് വേണ്ടി അവിടുത്തെ തുടർച്ചയായ സഭയുടെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെടുന്നവരാണ് വൈദികരും മെത്രാന്മാരും. അപ്പോൾ ഇപ്രകാരമുള്ള വൈദിക ശുശ്രൂഷയിലേക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട ജസ്റ്റിൻ ശമാശൻ പ്രവേശിക്കുന്നത്. ഇനി അദ്ദേഹം കർത്താവിൻ്റെ പ്രവാചകനാണ്, വചനം പ്രഘോഷിക്കുന്നവൻ. കർത്താവായ ഈശോ മിശിഹാ തൻ്റെ പരസ്യ ജീവിതകാലം മുഴുവൻ വചനം പ്രസംഗിച്ച് പിതാവായ ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തിയതുപോലെ പിതാവായ ദൈവത്തിൻ്റെ ഹിതം സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതും സഭ പഠിപ്പിക്കുന്നതും പാരമ്പര്യമനുസരിച്ച് നമ്മൾ പാലിച്ചു പോരുന്നതുമായിട്ടുള്ള ആ വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങൾ പ്രഘോഷിക്കുന്നവരാണ് വൈദികൻ. അതുപോലെ തന്നെയാണ് കൃപയുടെയും ശുശ്രൂഷകനാണ് വൈദികൻ. കർത്താവ് തൻ്റെ പരസ്യ ജീവിതകാലത്ത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തുകയും ഞാനും പിതാവും ഒന്നാണെന്നും പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചെന്നും പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്നുമൊക്കെ പറഞ്ഞ് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ത്രിയേക ദൈവത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തുകയും അനുഭവവേദ്യമാക്കി കൊടുക്കുകയും ചെയ്തുകൊണ്ട് അന്നത്തെ ജനങ്ങളെ രക്ഷയിലേക്ക് ആനയിച്ചു എന്ന് വരികിൽ ഇന്ന് അവിടുത്തെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇത് നിർവഹിക്കുന്നവനാണ് വൈദികൻ. കൃപയുടെ ശുശ്രൂഷ നിർവഹിക്കുന്നവൻ. മൂന്നാമതായി ദൈവം സ്നേഹമാകുന്നു, ആ സ്നേഹത്തിൽ വ്യാപരിക്കുന്നവൻ ദൈവത്തിൽ വ്യാപരിക്കുന്നുവെന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹാ പറയുന്നത് പോലെ ദൈവസ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റേതുമായിട്ടുള്ള ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ട് ദൈവത്തിന് സാക്ഷികളാകുവാനായിട്ട്, അവിടുത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് അവിടുത്തെ സാന്നിധ്യവും പ്രവർത്തനവും ഈ ലോകത്തിൽ സന്നിഹിതമാക്കുവാനായിട്ട് നിയുക്തനാകുന്നവനാണ് വൈദികൻ. പരിശീലന കാലത്ത് തൻ്റെ താലന്തുകൾ വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ തനിക്ക് ലഭിക്കാൻ പോകുന്ന പൗരോഹിത്യമെന്ന സവിശേഷപരവും ദാനങ്ങളുമെല്ലാം ഈ കഴിവുകളുടെ വികസനത്തിൻ്റെ പൂർത്തീകരണമായി പ്രാപിച്ചുകൊണ്ട് സമഗ്രമായ ഒരു വിശുദ്ധ വ്യക്തിത്വത്തോടുകൂടി പുരോഹിതൻ, നമ്മുടെ ബഹുമാനപ്പെട്ട ജസ്റ്റിൻ ശമാശൻ ഇനി ശുശ്രൂഷ ചെയ്യാൻ പോവുകയാണ്. ഈ വലിയ ശുശ്രൂഷയ്ക്ക് എങ്ങനെ താൻ യോഗ്യനാകുന്നു എന്ന് ഓരോ പുരോഹിതനും ചഞ്ചലപ്പെടാറുണ്ട്. പൗരോഹിത്യം സ്വീകരിക്കുവാനുള്ള ചഞ്ചലപ്പാട് കൊണ്ട് സ്വീകരിക്കാതിരുന്നവരുമുണ്ട്. അങ്ങനെ ഒരു വിശുദ്ധനാണ് വിശുദ്ധ എഫ്രേം. അദ്ദേഹം പൗരോഹിത്യം സ്വീകരിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർ ആവശ്യപ്പെട്ടെങ്കിലും ഞാനതിന് അയോഗ്യനാണെന്ന് പറഞ്ഞ് ശംശാന പദവിയിൽ തുടരുകയാണ് ചെയ്തത്. എന്നാൽ ദൈവം ചിലരെ ആത്മീയമായി നിർബന്ധിച്ച് ഈ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുന്നു. അപരകാരം നിർബന്ധിക്കപ്പെട്ട് കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ജസ്റ്റിൻ ശമാശൻ. പ്രിയമുള്ളവരെ, ഈ ഉന്നതമായ ശുശ്രൂഷയുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് നമ്മുടെ ഒരു തിരഞ്ഞെടുപ്പല്ലെന്ന് ആമുഖ വാക്കുകളിൽ വികാരി പെരിയ ബഹുമാനപ്പെട്ട പോരൂക്കരയച്ചൻ പറഞ്ഞു. നമ്മുടെ തിരഞ്ഞെടുപ്പല്ല, അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പുമല്ല. ദൈവമാണ് ഈ ഉൾവിളി അദ്ദേഹത്തിന് കൊടുത്തതും ഈ ഉൾവിളിയിൽ സ്ഥിരമായി നിൽക്കണമെന്നും കർത്താവിന് വേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിക്കണമെന്നും തീരുമാനമെടുക്കുവാൻ അദ്ദേഹത്തെ സഹായിച്ചത്. ദൈവത്തിൻ്റെ ആത്മാവാണ് ഇവിടെ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചത്. അങ്ങനെയുള്ള ആ ഒരു നിർബന്ധത്തിൽ അദ്ദേഹം ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലെ പൗരോഹിത്യവരത്തിനായിട്ട് നിൽക്കുന്നു. നാം ഒന്നോർക്കണം, ഇന്നത്തെ സുവിശേഷത്തിൽ, ഇപ്പോൾ വായിച്ച സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്.
ആ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ് ഇന്ന് വായിച്ചത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 6 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. ഈ തിരുവചനങ്ങളിൽ കർത്താവ് പറയുകയാണ്, ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല, നീ എനിക്ക് തന്നവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവം കർത്താവിനായി പ്രത്യേകം കൊടുത്ത മകനാണ് ഈ ജസ്റ്റിൻ. അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ദാനം കർത്താവിന് ലഭിച്ചതനുസരിച്ച് കർത്താവ് എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ കർത്താവിൻ്റെ പ്രാർത്ഥനയോട് ചേർന്നാണ് സഭ ഇന്ന് എല്ലാ വിശുദ്ധ കുർബാനകൾക്ക് ശേഷവും വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കാരണം ഇതൊരു ദാനമാണല്ലോ. ദാനം പ്രാർത്ഥിച്ച് സ്വീകരിക്കേണ്ടതാണ്. അത് വെറുതെ ആക്കാനുള്ളതല്ല, ഫലപ്രദമാക്കാനുള്ളതാണ്. ഫലപ്രദമാക്കാനുള്ള ദാനത്തിൻ്റെ ശക്തിക്ക് വേണ്ടി കർത്താവ് നമ്മളെ അവിടെ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാരണം അവിടുത്തേക്കറിയാം, ബലഹീനമായ മനുഷ്യപ്രകൃതി ഉള്ളവരാണ് വൈദികർ. ലോകത്തിൻ്റെ ആകർഷണങ്ങൾ അവർക്കുണ്ടാകും. ആ ലോകത്തിന് വേണ്ടിയല്ല കർത്താവ് പ്രാർത്ഥിച്ചത്, ഈ വൈദികർക്ക് വേണ്ടിയിട്ടാണ്. തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ലോകത്തിന് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്നില്ല, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാരണം തിന്മയുടെ പ്രേരണകളിൽ നിന്ന് അകന്ന് നിന്നുകൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട്. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥനയാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. അതുതന്നെയാണ് വൈദികർക്കുള്ള വലിയ പ്രത്യാശയും. സ്വന്തം കഴിവുകൾ കൊണ്ടല്ല, സ്വന്തം നേട്ടമായിട്ടല്ല പൗരോഹിത്യം താൻ സ്വീകരിക്കുന്നതെന്ന് യഥാർത്ഥ പരിശീലനം സ്വീകരിച്ച ഓരോ വൈദികാർത്ഥിക്കും അറിയാം. അതുകൊണ്ട് ഈ ലോകത്തിൽ എന്തെങ്കിലും അസാധാരണമായിട്ട് സംഭവിക്കുന്നു എന്ന് വരികിൽ, എന്തെങ്കിലും ദൈവികമായിട്ട് നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നു എന്ന് വരികിൽ, എന്തെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുവെന്ന് വരികിൽ, പ്രിയമുള്ളവരെ, കർത്താവായ ഈശോ മിശിഹാ പിതാവിൻ്റെ സന്നിധിയിൽ നിത്യം അർപ്പിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യസ്ഥ്യത്തിൻ്റെ സഹായത്താലാണത്. ചിലരൊക്കെ ചിലപ്പോൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരോട് ചോദിക്കാറുണ്ട്, ഇതെങ്ങനെ സാധിക്കുന്നുവെന്ന്. അവർക്കൊക്കെ അത് സാധിക്കുന്നത് ദൈവത്തിൻ്റെ ഈ പ്രാർത്ഥന, കർത്താവിൻ്റെ ഈ പ്രാർത്ഥനയാലാണ്, പിതാവായ ദൈവത്തിൻ്റെ പ്രത്യേക ശക്തിയാലാണ്, ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് മാത്രമാണ്. ഇന്നിപ്പോൾ മാമോദീസായിൽ പരിശുദ്ധാത്മാവിൽ ജനിച്ച ഈ മകൻ, തൈലാഭിഷേകത്തിൽ ആത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും സ്വീകരിച്ച ഈ മകൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ തൻ്റെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കർത്താവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് ചേർക്കപ്പെടുകയാണ്. കർത്താവിൻ്റെ പൂർണ്ണമായ വ്യക്തിത്വത്തിലേക്ക് ഈ വൈദികൻ ചേർക്കപ്പെടുകയാണ്. ഇനിയിപ്പോൾ ഈ വൈദികൻ ചിന്തിക്കേണ്ടത്, ഞാൻ കർത്താവിൻ്റെ പ്രതിപുരുഷനാണല്ലോ, ഞാൻ വചനം പ്രഘോഷിക്കേണ്ടവനാണല്ലോ, ഞാൻ കൃപയുടേതായിട്ടുള്ള ശുശ്രൂഷ നിർവഹിക്കേണ്ടവനാണല്ലോ, ഞാൻ കർത്താവിൻ്റെ സ്നേഹവും കാരുണ്യവും ലോകത്തിൽ പ്രകാശിപ്പിക്കേണ്ടവനാണല്ലോ. ഇതെല്ലാം ഞാൻ നിർവഹിക്കുമ്പോൾ എത്രമാത്രം വിനയത്തോടുകൂടി ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ വ്യാപരിക്കണമെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടും. ഇതൊരു ശുശ്രൂഷയാണ്, ഇതൊരു അധികാര പ്രയോഗമല്ല, ഇതൊരു ഉദ്യോഗമല്ല. വൈദികർ ഉദ്യോഗം നിർവഹിക്കുന്നവരല്ല, അവർക്ക് ശമ്പളമില്ല, അവർക്ക് അലവൻസേ ഉള്ളൂ. അവരുടെ ശുശ്രൂഷകൾക്കായിട്ട് ദൈവജനം കൊടുക്കുന്ന സംഭാവനകളേ ഉള്ളൂ. അവയും സ്വന്തം ആവശ്യത്തിൽ കവിഞ്ഞുള്ളത് ദരിദ്രർക്ക് വേണ്ടി കൊടുക്കാൻ കടപ്പെട്ടവരാണ് അവർ. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് കർത്താവായ ഈശോ മിശിഹായുടെ പേരിലും സഭയുടെ പേരിലും ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികൻ തീർച്ചയായിട്ടും സഭയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സമ്പത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ഇത്രമാത്രം ഒരുക്കവും ഇത്രമാത്രം പ്രാധാന്യവും കൊടുത്തുകൊണ്ട് നമ്മൾ നിർവഹിക്കുന്നത്.